ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. അഖിൽ മരാർ വന്നു. എല്ലാവർക്കും സന്തോഷമായി മരാറിനെ കണ്ടപ്പോൾ. മരാർ വന്നത് ഒരു ടാസ്കും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ടാസ്ക് ലെറ്റർ വായിച്ചു. ചെരുപ്പുണ്ടാക്കണം. ചെരുപ്പുണ്ടാക്കുന്ന കടയാണ്. അതിൻ്റെ പേര് നൂതില എന്നാണ്. കടയുടെ പേര് നൂതില എന്നാണ്. ഓണർ നൂറയാണ്. അസിസ്റ്റൻ്റ് ജിഷിനും അക്ബർ യൂണിയൻ ലീഡറുമാണ്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ 50 ചെരുപ്പങ്ങളും ഇവർക്ക് ഉണ്ടാക്കണം എന്നാണ് ടാസ്ക്. അതിൽ അക്ബർ വന്നിട്ട് ജിഷിനും അക്ബറും ചേർന്നിട്ട് ഭയങ്കരമായിട്ട് ഓർഗ്യുമെൻ്റ് ചെയ്തുകൊണ്ടേയുണ്ട്. ഓരോ കാര്യത്തിന് അക്ബർ ഓണറായ നൂറ് പറയുന്നു അക്ബറോട്, നിങ്ങളിങ്ങനെ ഓർഗ്യുമെൻ്റ് ചെയ്യരുത്, നിങ്ങൾ പെട്ടെന്ന് ചെരുപ്പുകൾ ഉണ്ടാക്കാൻ ടൈമിൻ്റെ ഉള്ളിൽ കഴിയണമല്ലോ. ആ ടെൻഷനിലാണ് നൂറ് പറയുന്നത്. അക്ബർക്കാണെങ്കിൽ ഞാൻ ഇവിടുത്തെ യൂണിയൻ ലീഡർ ആയതുകൊണ്ട് ഞാനിതെല്ലാം നോക്കുകയാണ്, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ പ്രോപ്പറായിട്ട് അക്ബർ തീരെ ചെയ്യുന്നില്ല. അവിടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നിങ്ങൾ അത് ചെയ്തോ ഇത് ചെയ്തു, ചെയ്യുന്നവർ ചെയ്യുന്നില്ലേ, എനിക്കിവിടെ സ്ഥലം പോരാ, ഇതാണ് ഓരോ കാരണങ്ങളോട് പറഞ്ഞ് ഇറിറ്റേഷൻ ചെയ്തുകൊണ്ടേ ഉണ്ടായിരുന്നു നൂറയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആവുന്നതും ആ ടെൻഷൻ കൺട്രോൾ ചെയ്തിട്ട് കാര്യങ്ങൾ നടത്തണമല്ലോ. അതുകൊണ്ട് നൂറി നന്നായിട്ട് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അക്ബറോട്. അക്ബർ എന്താണ് ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അക്ബറിന് മനസ്സിലാക്കണ്ടേ, നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് അത് ചെയ്ത് തീർക്കണം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ടീമായി വർക്ക് ചെയ്യുമ്പോൾ അക്ബർ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം അവിടെ ഇല്ലായിരുന്നു. അത് പറഞ്ഞാൽ മനസ്സിലാവുന്നേ ഇല്ല. പിന്നെ ബിഗ് ബോസ് വന്നിട്ട് നൂറിക്ക് കുറേ കോയിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നന്നായി വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി വർക്ക് ചെയ്യുന്ന കുറേ പേർക്ക് കോയിൻസ് കൊടുത്തു. പിന്നെ ഈ കുറേ പേരൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് നൂറിക്ക് കൊടുക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ ഭയങ്കര ഓർഗ്യുമെൻ്റായി. ആ ഓർഗ്യുമെൻറ്റിന് ശേഷമാണ് ആദിലയ്ക്കും ലക്ഷ്മിക്കും നൂറ് കൊടുത്തത്. പിന്നെ ഹൗസിൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷമാണ് ജിഷിന് കൊടുത്തത് തന്നെ. അപ്പോഴും അക്ബറിന് നൂറ് കൊടുത്തില്ല കോയിൻ. അപ്പം അക്ബറിന് നല്ല ദേഷ്യം. അക്ബറും ലക്ഷ്മിയും തമ്മിൽ ഭയങ്കര വഴക്കായി. ലക്ഷ്മി പറയുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത് അക്ബർ തടസ്സപ്പെടുത്തി എന്ന് പറയുന്നു. അപ്പം അക്ബർ എന്താ പറയുന്നത് വെച്ച് പറഞ്ഞാൽ, ഞാൻ നിൻ്റെ കയ്യിൽ വന്നിട്ട് പിടിച്ചോ, ഞാൻ നിൻ്റെ മടിയിൽ വന്നിട്ടിരുന്നോ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ആവശ്യമില്ലാത്തൊരു വർത്തമാനമല്ലേ അക്ബറിന്. ഒരു വർക്ക് ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പോലും ഇല്ല അക്ബറിന്. അത് ഭയങ്കര ചീപ്പായുള്ളൊരു വർത്തമാനമായിരുന്നു. ഇത്രയും ചീപ്പായി ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു അക്ബർ. ലക്ഷ്മിയും പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് ലക്ഷ്മിക്കും ഭയങ്കര ദേഷ്യം വന്നു. പറഞ്ഞിട്ട് അവിടെ കാര്യമില്ലല്ലോ, പറയുന്നവരും മനസ്സിലാക്കില്ല പറഞ്ഞാൽ പിന്നെ വീണ്ടും അതല്ലേ പറയുന്നത്. ഇതാണ് അവിടെ നടന്നത്. ഇതിൽ ലക്ഷ്മിക്ക് ഭയങ്കര ദേഷ്യം വന്നതുകൊണ്ട് ആതിര നൂറിയുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് ലക്ഷ്മി കുറ്റം പറഞ്ഞു കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും കമ്മ്യൂണിറ്റിയെ പറ്റി പറയാൻ പാടില്ലല്ലോ. ആതിരയ്ക്കും നൂറിക്കും വീട്ടുകാർ സപ്പോർട്ടീവ് ഇല്ല, ഇവർ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. അതുകാരം കൊണ്ട് വീട്ടുകാരെ സപ്പോർട്ടീവ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവർക്ക് തീരെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത്. പക്ഷെ ലക്ഷ്മി ഇങ്ങനെ പറയുന്നുള്ളത് നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ലക്ഷ്മിയാണോ ഇങ്ങനെയൊക്കെ ഈ പറയുന്നത്, കമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ ഇങ്ങനെയാണോ പറയുന്നത് എന്ന് നമുക്കത് തീരെ പ്രതീക്ഷിച്ചില്ല. പിന്നെ കോയിൻ നൂറയോട് ബിഗ് ബോസ് പറഞ്ഞു നൂറയോട് കോയിൻ വന്നിട്ട് ബാലൻസ് ഉള്ളതൊക്കെ അവർക്ക് ഒന്നിലും കൊടുത്ത് തീർക്കണം, അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ റൂമിൽ വെക്കാൻ വേണ്ടി നൂറയോട് പറഞ്ഞു. നൂറ് പറഞ്ഞു എനിക്കിതിൽ ഈ കോയിൻ ആർക്കും കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ട് സ്റ്റോർ റൂമിൽ വെക്കാൻ എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് നൂറ പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള കോയിൻസൊക്കെ കൊണ്ടുപോയിട്ട് നൂറ സ്റ്റോർ റൂമിൽ വെക്കുന്നുണ്ടായിരുന്നു. അക്ബറിന് കൊടുത്തിട്ടില്ലല്ലോ. അതിൻ്റെ ദേഷ്യം അവിടെ ഉണ്ട്, കാണുന്നുണ്ട് അക്ബറിൻ്റെ ഫേസിലൊക്കെ. ഇത്രത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ട് എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട് അക്ബർ പറയുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ മാരാറിൻ്റെ കൂടെ സെറീനയും അഭിഷേകുമാണ് വന്നത്. മുള്ളംകൊല്ലി എന്ന ഫിലിമിൻ്റെ ട്രെയിലറിൻ്റെ ലോഞ്ചിനാണ് അവർ വന്നത്. ഇത് ലക്ഷ്മിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നത്തെ ടാസ്ക് വന്നിട്ട് BB സർക്കസ് ആയിരുന്നു. അനിമലിനെ പോലെ ഒക്കെ നടിക്കണം, ഇതായിരുന്നു ആ സർക്കസ്. അതിൽ അനുമോള്, പ്രവീണ്, ആര്യൻ, ജിസൈൽ, സാബുമോൻ, റെന ഇവരൊക്കെയാണ് ഈ അനിമലിനെ പോലെ ചെയ്തത്. അതിൽ ആടായിട്ട് അനുമോളും, കഴുതയായിട്ട് പ്രവീണും, നായായിട്ട് ആര്യനും, സിംഹമായിട്ട് ജിസൈലും, കുതിരയായിട്ട് സാബുമാനും, റെന ആനയായിട്ടുമാണ് ചെയ്തത്. ഒക്കെ അവരുടെ പാട്ടുകൾ നന്നായിട്ട് ചെയ്തു, കാണാൻ ഭംഗിയുണ്ടായിരുന്നു, നന്നായിരുന്നു. ഇനി ഇവർക്കൊക്കെ ഇനി കോയിൻ കൊടുക്കണം. ഇതാണ് ടാസ്ക് ഉണ്ടായിരുന്നത്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽസാണ് കാണുക. വീണ്ടും നാളെ കാണാം. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. Bye.